ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യം ശിവം സുന്ദരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഡേ ഔട്ട് വ്ളോഗുമായിട്ടാണ്. ഇത് ഞാനും മോളും ഒരു ഔട്ടിങ്ങിന് പോകുവാണ്. ഇന്ന് എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, നമ്മൾ ലാലേട്ടൻ്റെ ലേറ്റസ്റ്റ് മൂവിയായ തുടരും എന്ന സിനിമ കാണാനായിട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ചിന്ന ചിന്ന പരിപാടീസ് ഉണ്ട്. അപ്പോൾ ശംഖുവിനെ ഇന്ന് സ്കൂളിലാക്കണം. ശംഖുവിനെ കൊണ്ടുപോയാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല ഇന്ന്. സോ ശംഖുവിനെ സ്കൂളിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ശംഖുവിനെ സ്കൂളിലാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഒബ്രോൺ മോളിലേക്ക് പോവുകയാണ്. ഒബ്രോൺ മോളിൽ 12:45 നമ്മുടെ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത്. ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് 11:30 ആയിട്ടുള്ളൂ. നമുക്ക് 12:45 മൂവി. സോ നമുക്ക് ഒബ്രോൺ മോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. കൊച്ചിയിലുള്ള എല്ലാവരും തന്നെ ഒബ്രോൺ മോളിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ ഒബ്രോൺ മോളിൽ വരാത്തവരായിട്ട് വേറെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്ന് നമുക്ക് ഒബ്രോൺ മോളൊന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ പിസ്സ ഹട്ട്, കഫേ കോഫി ഡേ, അങ്ങനെ പല പല ഷോപ്പുകളുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനം 4th ഫ്ലോറാണ്, PVR സിനിമാസാണ്. അതുകൊണ്ട് നമ്മളിവിടെയൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഒന്ന് കറങ്ങി ചുറ്റാം. നമ്മളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ബാസ്കിൻ റോബിൻസ് ഉണ്ട്. എല്ലാം കണ്ട് നമ്മൾ പടവുകൾ കയറുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ ഒന്ന് റൗണ്ട് എടുത്ത് ചുറ്റിക്കറങ്ങുവാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ മൂവി ആയതുകൊണ്ട് ബാക്കി ഫ്ലോറുകളെല്ലാം ഇങ്ങനെ ഓടിച്ചു വിട്ട് എത്രയും പെട്ടെന്ന് 4th ഫ്ലോറിലെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിച്ചു വിടുകയാണ്. ഫസ്റ്റ് ഫ്ലോറും 2nd ഫ്ലോറും 3rd ഫ്ലോറും ചാടിക്കടന്ന് വേണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട്. പിന്നീട് നമുക്ക് വിശദമായൊരു ഒബ്രോൺ മോൾ വ്ളോഗ് തന്നെ ചെയ്യാം. ഇപ്പോൾ പക്ഷേ ഒരു മൂവിയുടെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. പിന്നെ ലാലേട്ടൻ്റെ മൂവിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് തരുൺ മൂർത്തി, ഡയറക്ടർ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സോ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 4th ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. 4th ഫ്ലോറിൽ പ്ലേ ഏരിയ ഉണ്ട്. പക്ഷേ മോൾക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ചെറിയ കുട്ടികൾക്കേ കളിക്കാൻ പറ്റുള്ളൂ. PVR സിനിമാസിൻ്റെ ഫ്രണ്ടിലെത്തിയെങ്കിലും ഇനി നമുക്ക് 30 മിനിറ്റ്സ് കൂടെ ബാക്കി നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ വീണ്ടും ഒന്ന് അലഞ്ഞു തിരിയാമെന്ന് കരുതി നോക്കിയപ്പോൾ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ അവിടെ സ്മൂച്ചയുടെ ഒരു ഷോപ്പുണ്ട്. സ്മൂച്ചയുടെ ഷോപ്പിൽ മെനു കണ്ടപ്പോൾ അവിടെ ഒരു സുനാമി കണ്ടു, ചോക്കോ സുനാമി. എങ്കിൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. മോളും ഹാപ്പിയായി. അടിപൊളി ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ഇഷ്ടപ്പെടും, മോൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ചോക്കോ സുനാമിയൊക്കെ കഴിച്ചതിന് ശേഷം ഒഴിവാക്കാൻ പറ്റാത്ത കീഴ്വഴക്കങ്ങളിലൊന്നായ നമ്മുടെ പോപ്കോണും വാങ്ങിച്ച് തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തുടരും മൂവി ഇവിടെ തുടങ്ങുന്നു. സിനിമ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ 90s എവർഗ്രീൻ ഹിറ്റ് മൂവീസ് തന്നിട്ടുള്ള ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. അങ്ങനൊരു ലാലേട്ടൻ നമ്മുടെ മുമ്പിൽ കൂടെ ഓടിക്കളിക്കുന്നൊരു ഒരു പ്രതീതിയായിരുന്നു ഫുൾ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അടിപൊളിയായി. മൂവി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നമ്മൾ മോമോ ആൻഡ് മീന്ന് മോമോസും സൂപ്പൊക്കെ വാങ്ങിച്ചു. വെറൈറ്റി ഓഫ് മോമോസ് ആയിരുന്നു. ഫ്രൈഡ് മോമോസ്, സ്റ്റീംഡ് മോമോസ്, അങ്ങനെ. പിന്നെ നമ്മുടെ നാടൻ ഉള്ളിയും മുളകും വറുത്തരച്ച പോലെ ഒരു സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിനൊരു കുളിർമയൊക്കെ വന്നു. പിന്നെ മോൾക്കും ഇഷ്ടപ്പെട്ടു, മോമോസ് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളൊരു ഒരു മാഞ്ചോ സൂപ്പ് വാങ്ങിച്ചിരുന്നു. സൂപ്പും ട്രൈ ചെയ്തു. സൂപ്പ് കുറച്ച് എരിവുണ്ടായിരുന്നു, എങ്കിലും ഹോട്ട് ആൻഡ് സോറ് പോലെയായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് ബൈക്കും സ്കൂട്ടറും ഒക്കെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ ഒബ്രോൺ മോളിൻ്റെ പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ കേടായിപ്പോയി, അതിൻ്റെ ഡിസ്പ്ലേ പോയി. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരു മൊബൈൽ ഷോപ്പിലേക്ക് പോയി. നല്ല തകർപ്പൻ മഴ പെയ്യുകയാണ് പുറത്ത്. അങ്ങനെ ഓടി നമ്മൾ മൊബൈൽ ഷോപ്പിലെത്തിയപ്പോഴാണ് അവിടെ മൊബൈൽ ഫോൺ ശരിയാക്കാൻ 1 അവർ എടുക്കും എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും രമണ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തൊട്ട് മുൻപിൽ ഒരു കേക്ക് ഹട്ടിൻ്റെ ഷോപ്പ്. എങ്കിൽ പിന്നെ അവിടെ കയറി കളയാമെന്ന് വിചാരിച്ചു. അവിടെ കയറി ഒരു കേക്ക് പോപ്പും ഒരു മാംഗോ പേസ്ട്രിയും വാങ്ങിച്ച് നമ്മൾ
1 മണിക്കൂർ എടുത്ത് കഴിച്ച് തീർത്തു ഗെയ്സ്. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോണും വാങ്ങി ശംഖുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായി കാണാം. ബൈ ഗെയ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.